എന്റെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല പോലെ വരണമെന്നുള്ള ഒരു ഇത് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ വഴക്ക് പറയുന്ന ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു 30 പേരുണ്ടെന്നുണ്ട്. പ്രീ ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് 80-85 കുട്ടികളൊക്കെ ആയിരുന്നു ഒരു ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വഴക്ക് പറയുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ സ്നേഹമുള്ള ഒരു കുട്ടിയാണ് ഞാൻ വഴക്ക് പറയാറുള്ളത്. അല്ലാത്ത ആളോടെ ഞാൻ ഒന്നും പറയത്തില്ല. അവരെന്ത് ചെയ്താലും എനിക്കൊരു വിഷയമില്ല. അപ്പൊ ചില കുട്ടികൾ, ഞാൻ വഴക്ക് പറയാത്ത കുട്ടികൾ, അത് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, അവരതിനുള്ള അവസരം ഉണ്ടാക്കാത്തത് കൊണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നത് എനിക്ക് അവരോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്നാണ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വഴക്ക് പറയുമോ എന്നോട് ചോദിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അതേപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ നന്നാവണം, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ എസ്എഫ്ഐ വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിച്ചു. അല്ല, എസ്എഫ്ഐ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. ഞാൻ പറയാൻ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് അവിടുത്തെ അധ്യാപകർക്കും അറിയാലോ, ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നും ഞാൻ കാര്യങ്ങൾ നേരെ ചൊവ്വേ കൊണ്ടുപോകുന്ന ഒരാളാണെന്നും അവർക്കറിയാം. പിന്നെ NCC എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ നടത്തിയിട്ടുണ്ട്. കോളേജിന് വേണ്ടിയിട്ട് പിന്നെ ഓരോ സമയത്ത് നമ്മളിപ്പോൾ മഴക്കാലം വരുന്നു, അപ്പൊ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എന്തൊക്കെ ചെയ്യണം, ഒരു ക്ലാസ് എല്ലാവർക്കും ഒരാളെ വിളിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. ഇതൊന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് ഒരു അവാർഡ് പോലും കിട്ടിയിട്ടുള്ളതാണ്. അതായത് 2006 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ ആണ് ആ അവാർഡ് എനിക്ക് തന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷനായി രണ്ടാമത്തെ പ്രൊമോഷൻ വന്ന് വിക്ടോറിയയിലെ പോലെയുള്ള 7 ഫസ്റ്റ് ഗ്രേഡ് കോളേജാണുള്ളത്. അത് നമുക്ക് ആദ്യം ഒരു സെക്കൻഡ് ഗ്രേഡ് കോളേജിലേക്കാണ് ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടുക. അതിനുശേഷമാണ് നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് കോളേജിലേക്ക് കിട്ടുക. അത് 7 ഫസ്റ്റ് ഗ്രേഡ് കോളേജാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കോളേജിൽ ഒന്നാണ് വിക്ടോറിയ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എനിക്ക് ആ പ്രൊമോഷൻ ആയ സമയത്ത് എനിക്ക് അന്നത്തെ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ തരാനിരുന്നത് മഹാരാജാസ് കോളേജിലേക്കായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് 60 ദിവസമായിട്ട് മഹാരാജാസ് കോളേജ് ഓട്ടോണോമസ് ആക്കുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓട്ടോണോമസ് ആക്കുന്നതിനെതിരായിട്ട് അവിടുത്തെ SFIക്കാരും അവിടുത്തെ ഈ AKGCT അധ്യാപകരും സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു 60 ദിവസമായിട്ട്. അത് ആരും അകത്തേക്ക് കയറ്റത്തില്ല. പിള്ളേരാകട്ടെ അധ്യാപകരാകട്ടെ പുറത്ത് വരാന്തയില് ഗേറ്റിനടുത്ത് റോഡിന്റെ സൈഡിൽ ആണ് അവർ വന്ന് അധ്യാപകർക്ക് ഒപ്പിട്ടിട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു കാലമായിരുന്നു അവിടെ. അപ്പൊ ആ സമയത്ത് എന്നെ ആ കോളേജിലേക്ക് വിടാനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എന്തോ ഒരു റിപ്പോർട്ട് അവർ പ്രിൻസിപ്പൽമാരെ പറ്റി എടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ പക്ഷെ എനിക്ക് ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിക്ടോറിയയിൽ നിന്ന് റിട്ടയർ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഞാൻ അവിടെ അത്രയും കാലം വർക്ക് ചെയ്ത ഒരു അധ്യാപിക, എന്റെ സ്വന്തം വീട് പോലെ കരുതിയിരുന്ന ഒരു സ്ഥലം, അവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ കുറെ കത്തുകളൊക്കെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എഴുതി എനിക്ക് അവിടുന്ന് റിട്ടയർ ചെയ്യണമെന്നാണ് ആഗ്രഹം, ഞാൻ ഇത്ര കാലം അവിടുത്തെ അധ്യാപികയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കത്തുകളൊക്കെ എഴുതി. അങ്ങനെ കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്ക് അവസാനം വിക്ടോറിയയിലേക്ക് തന്നെ തന്നത്. അപ്പൊ അങ്ങനെ എന്നിട്ട് അതിനിടയ്ക്ക് തന്നെ എന്നെ വിക്ടോറിയയിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറെ ശ്രമിച്ചു, ഈ അധ്യാപകർ കുറെ ശ്രമിച്ചു. പക്ഷെ അന്ന് അവരുടെ സർക്കാർ അല്ലാതിരുന്നത് കൊണ്ട് അത് നടന്നില്ല. അപ്പൊ എനിക്ക് വിക്ടോറിയയിലേക്ക് കിട്ടി. ഞാൻ അവിടെ ചെന്നു. അപ്പൊ ജോയിൻ ചെയ്തപ്പോ തന്നെ അവർക്ക് മനസ്സിലായി അവരുടെ തട്ടിപ്പ് അവിടെ എന്റെ മുന്നിൽ നടക്കില്ല എന്ന് അവർക്കറിയായിരുന്നു. കാരണം ചിലരൊക്കെ അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പ്രിൻസിപ്പൾ അല്ല എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അവിടെയാണ് പ്രശ്നം. അവരുടെ താളത്തിന് ഞാൻ തുള്ളിയിരുന്നെങ്കിൽ അപ്പൊ അവര് പറയുന്ന പോലെ അത് മാത്രം ചെയ്യുക, അങ്ങനെ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ഞാൻ താമര ചിഹ്നത്തിലാണല്ലോ മത്സരിക്കുന്നത്, വല്ല താമരപ്പൂവും തന്ന് എന്നെ വിട്ടിട്ടുണ്ടാവും അന്ന്.